നമസ്കാരം. അമ്മച്ചീസ് ഓർഗാനിക് ഫാംസ് എന്ന് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഓർമ്മ വരിക അവിടെ വിഷമയമില്ലാതെ തികച്ചും ജൈവരീതിയിൽ ഉണ്ടാക്കിയെടുത്ത കൃഷി ഉൽപ്പന്നങ്ങളും വിശാലമായി പരന്നു കിടക്കുന്ന കൃഷിയിടവും അവിടെയുള്ള ജീവജാലങ്ങളെയും ഒക്കെ ആണെങ്കിൽ അവിടെ ഒരു തവണയെങ്കിലും എയർബിഎൻബിയിൽ അതിഥികളായി താമസിച്ചിട്ടുള്ളവർക്കും അമ്മച്ചിയുടെ കൈകൊണ്ട് ഭക്ഷണം കഴിച്ചവർക്കും ഓർമ്മ വരിക അമ്മച്ചിയുടെ നിസ്വാർത്ഥമായ സ്നേഹവും സേവനവും ഒക്കെ ആയിരിക്കും. എന്നാൽ ഇതൊന്നുമല്ലാതെ മാരുതി ഗാർഡൻസിനെ, അമ്മച്ചീസ് ഓർഗാനിക് ഫാമിനെ വ്യത്യസ്തമായി നിലനിർത്തുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അടുത്തു നിന്നും അകലിൽ നിന്നുമൊക്കെയായി ഒരുപാട് വിദ്യാർത്ഥിനികൾ അമ്മച്ചിയിൽ നിന്നും കൃഷിപാഠങ്ങൾ നേരിട്ട് ചോദിച്ചു പഠിക്കുവാനും അമ്മച്ചി അവിടെ ചെയ്തു വരുന്ന ജൈവ കൃഷി രീതി നേരിട്ട് കണ്ടുപഠിക്കുവാനും ഒക്കെ ആയിട്ട് എത്തിച്ചേരുന്നുണ്ട്. അടുത്തിടെ കേരള സർക്കാരിന്റെ പാഠം 1 പാടത്തേക്ക് എന്ന പുതിയ പാഠ്യപദ്ധതി അമ്മച്ചിയുടെ ഓർഗാനിക് ഫാംസിൽ നിന്നും തുടങ്ങുകയുണ്ടായി. കൃഷിമന്ത്രി നേരിട്ടെത്തി അടുത്ത വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥിനികളെ എല്ലാം ചേർത്തിണക്കിക്കൊണ്ട് അമ്മച്ചിയുടെ കൃഷിയിടത്തിൽ ഒരു നടീൽ ഉത്സവം പോലെ നടത്തുകയുണ്ടായി. അതിനുശേഷം മലയാള മനോരമ നടത്തിവരുന്ന നല്ല പാഠം പദ്ധതിയുടെ ഭാഗമായിട്ട് തത്തമംഗലം ചിന്മയ വിദ്യാലയത്തിലെ ചില വിദ്യാർത്ഥിനികളും അവരുടെ അധ്യാപകരും ചേർന്ന് അമ്മച്ചിയെ കാണാൻ എത്തുകയുണ്ടായി. അമ്മച്ചിയിൽ നിന്നും നേരിട്ട് കൃഷി അനുഭവങ്ങൾ ചോദിച്ചറിയുക, കൃഷി രീതികൾ കണ്ടുപഠിക്കുക, ഇതൊക്കെയായിരുന്നു ഈ കുഞ്ഞു കൂട്ടുകാരുടെ വരവിന്റെ ഉദ്ദേശം. എന്തുകൊണ്ട് നഷ്ടം വരുന്നു എന്നുള്ളതാരും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഞാനിവിടെ ചെയ്യുന്നത് ഫുഡ് ജൈവ കൃഷിയാണ്. നമ്മുടെ കൃഷി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാനുള്ളത് ശരിക്കും ഒരു ദമ്മിക്ക് എന്ന് പറയുന്ന ഒരാൾ കൃഷിക്കാരനാണ്. എന്താണെന്നറിയാം, നമ്മുടെ പണ്ടത്തെ കാര്യമായിട്ടോ, ഞാൻ ചെയ്യുന്ന കാര്യമാണോ പറഞ്ഞത്. ഇപ്പോഴത്തെ കൃഷിക്കാരുടെ യൂറിയും മറ്റൊക്കെ ഫ്രഷായിട്ടുള്ള കൃഷിക്കാരുടെ കഥയെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. ഞാനിവിടെ ചെയ്യുന്നത് പണ്ട് 10-70 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ഒരു കൃഷിയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ കൃഷിക്കാരനെ അന്വേഷിക്കണമെന്ന് പറയാൻ കാരണം, കൃഷിയുടെ സ്ഥലത്ത് നമ്മുടെ എലി ഉണ്ടാവും, ചേരുണ്ടാവും, പാമ്പുണ്ടാവും, കമ്പളുണ്ടാവും, ഈ മൈനുണ്ട്. ഇതൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് പശുമൃഗങ്ങൾക്ക് സംരക്ഷിച്ച് ഭക്ഷണം കഴിച്ചിട്ട് മാർക്കറ്റിലാണ് നമ്മൾ ഇവിടെ കൊണ്ടുവരിക. നമ്മളെ വീട്ടിൽ കൊണ്ടുവരും. വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് പിന്നെ കോഴി, അങ്ങനെ ആ പശുമൃഗാദിയുടെ കാക്ക ഇതൊക്കെ കഴിച്ച് ബാക്കിയുള്ളതാണ് നമ്മൾ വേവിക്കാനത്തിന് കൊണ്ടുവന്നത്. അതിൻ്റെ പുറമെ നമ്മൾ കുറേ പണിക്കാളുണ്ടാവും. അവർക്ക് നമ്മൾ നന്നായി കൊടുത്തിട്ട്, അപ്പോൾ ആരായിരിക്കും നമുക്ക് ഇഷ്ടം? ഇഷ്ടമാണ് അല്ലേ? പിന്നെ നമ്മളിതൊക്കെ ചെയ്യുന്നത് ദൈവികമായിട്ട് ഒരു കാര്യമാണ്. അല്ലാണ്ട് കൃഷി ചെയ്യാൻ പോയ ലാഭം കിട്ടണം. കുറച്ച് ഇപ്പം ഇന്ന് യൂറിയ ഇട്ടു, 15 ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ കളർ മാറിയതിന് അടുത്ത യൂറിയ ഇടണം. ആ യൂറിയക്ക് എത്ര പൈസ ചെയ്യും അല്ലേ? പിന്നെ അത് 15 ദിവസം ആയതുകൊണ്ട് പിന്നെ അതിൻ്റെ കളർ മാറും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ എൻ്റെ കൃഷി മാറുന്നെങ്കിൽ ഞാൻ കൊണ്ട് കാണിച്ചു തരാം.